ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യശ്ചന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമതാത് സംബഭൂവ സമേന്ദ്രോ മേധയാ ആസ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ ആവഹന്തി വിധന്വാനാ കുർവാണാചീരമാത്മനഃ വാസാഗുംസി മമ വസ്യ അന്നപാനേ ച സർവദാ തതോ മേ ശ്രിയമാവഹ ലോമശാംബശുഭിः സഹ സ്വാഹാ ആമായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ വിമായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ പ്രമായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ ധമായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ ശമായന്തു ബ്രഹ്മചാരിണഃ സ്വാഹാ യശോജനേ സാനി സ്വാഹാ ശ്രേയാൻവസ്യ സോസാനി സ്വാഹാ തന്ദ്വാഭഗ പ്രവിശാനി സ്വാഹാ സമാഭഗ പ്രവിശ സ്വാഹാ തസ്മിൻ സഹസ്രശാഖേ നിബഗാഹും ദ്വൈമൃജേ സ്വാഹാ യഥാ വപ്രപദായന്തി യഥാ മാസ അഹർജരം ഏവം മാം ബ്രഹ്മചാരിണഃ ദാതരായന്തു സർവതഃ സ്വാഹാ പ്രതിവേശോऽസി പ്രമാപാഹി പ്രമാപദ്ധ്യസ്വ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഹം വൃക്ഷസ്യ രേരിവ കീർത്തിപൃഷ്ടം ഗിരേരിവ ഊർധ്വപവിത്രോ വാജനീവ സ്വമൃതമസ്മി ദ്രവിണഗം സവർച്ചസം സുമേധാമുദോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമാപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാത് മാമാ ബ്രഹ്മ നിരാകരോത്. അനിരാകരണമസ്തു നിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാക്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിത ആവിരാവിർമയേതി വേദസ്യ മാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേന ഹോരാത്രാൻ സന്ധതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോ
अभिवादयामः। ॐ शान्ति शान्ति शान्तिः। ॐ भद्रं कर्णेभिः शृणुयामद्देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनुभिः व्यशेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्षो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु। ॐ शान्ति शान्ति शान्तिः। ॐ यो ब्रह्माणां विददाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै तं देवमात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगद्धो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि। ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मुक्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ शान्ति शान्ति शान्तिः। നമ്മൾ ഈ ഭൈക്ഷചര്യം ചരന്തി, അതായത് സന്യാസം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഭാഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സന്യാസിക്ക് കർമ്മങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ള ഭാഗം നമ്മൾ കണ്ടു. സന്യാസിക്ക് യാതൊരു വിധമായ കർമ്മവും ആവശ്യമില്ല. കർമ്മവും കർമ്മസാധനവും ഒന്നും സന്യാസിക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? സർവം ഖല്ലിതം ബ്രഹ്മ എന്നൊരവസ്ഥയിലുള്ള എത്തിച്ചേരാനും അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിഷ്ഠിതമാകാനും അല്ലെങ്കിൽ ആയിരിക്കുന്നതുമായ ഒരാളാണ് സന്യാസി. അപ്പോൾ അദ്ദേഹത്തിന് കർമ്മങ്ങൾ കൊണ്ട് യാതൊരു അപേക്ഷയുമില്ല. അപ്പോൾ കർമ്മസാധനങ്ങളുമായിട്ടും പുള്ളിക്ക് ബന്ധമില്ല. ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. സന്യാസിക്ക് പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്ത് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭൈക്ഷചര്യം ചരന്തി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പൂണൂല് ഉപേക്ഷിക്കാമോ? പണ്ട് ഈ ത്രൈവർണികന്മാരെല്ലാം പൂണൂല് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ആ പൂണൂല് ഈ സന്യാസി റീറ്റെയിൻ ചെയ്യണമോ, അപ്പോൾ അത് ഉപേക്ഷിക്കണമോ എന്നുള്ള ചർച്ച വരികയാണ്. അപ്പോൾ ശങ്കരാചാര്യ വളരെ തറപ്പിച്ച് പറയുന്നു, സന്യാസിക്ക് പൂണൂലിൻ്റെ ഒരാവശ്യവുമില്ല. കാരണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസിന് വേണ്ടിയാണ് ഈ പൂണൂലിടുന്നത്. കർമ്മങ്ങളും കർമ്മസാധനങ്ങളെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ലിംഗമാണ് ഈ പൂണൂല്, യജ്ഞോപവീതം. അപ്പോൾ ആ യജ്ഞോപവീതം സന്യാസിക്ക് ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു തരത്തിലുള്ള കർമ്മവും ചെയ്യുന്നില്ല. ചെയ്ത് ഇഹലോകത്തിലോ പരലോകത്തിലോ ഒരു ഭോഗസാധനവും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളല്ല സന്യാസി. അപ്പം അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ അയാൾ സന്യാസിയല്ല. കാരണം കർമ്മം ചെയ്ത് അതിൻ്റെ ഫലത്തെ നേടാൻ ശ്രമിക്കുന്ന ആൾ സാധാരണ ഒരു ഗൃഹസ്ഥനോ അതുപോലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം നേടിയെടുത്ത് അതിൻ്റെ ഭോക്താവായി തീരാൻ ശ്രമിക്കുന്ന ഒരാളല്ല സന്യാസി. അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ബ്രഹ്മമാണ്, ഞാനല്ലാതെ വേറൊരു വസ്തുവില്ല എന്ന നിലയിൽ ഇരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് സന്യാസി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പൂണൂലോ യജ്ഞോപവീതമോ ഒന്നും തന്നെ ആവശ്യമില്ല. നനു വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി ഇതി വർത്തമാനാപദേശ അർത്ഥവാദോയം ന വിധായക
പ്രത്യയ കശ്ചിത് ശ്രൂയതേ ലിംഗ് ലോട്ട് തവ്യാനാം അന്യതമോ അപി തസ്മാത് അർത്ഥവാദമാത്രേണ ശ്രുതിസ്മൃതി വിഹിതാനാം യജ്ഞോപവീതാനാം സാധനാനാം ന ശക്യതേ പരിത്യാഗകാരയിതും. അപ്പൊ ഇതിപ്പോ പൂർവപക്ഷിയുടെ അഭിപ്രായം പറയണം. പൂർവപക്ഷി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ, സിദ്ധാന്തപക്ഷത്തെ എതിർത്തുകൊണ്ട് പറയാണ്. എന്താണ്? വിദ്ധായ ഭിക്ഷചര്യം ചരന്തി, വിദ്ധാനം ചെയ്തിട്ട്, ഇപ്പൊ ഇരിക്കുന്ന ആശ്രമങ്ങളിൽ നിന്ന് വിദ്ധാനം ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഭിക്ഷചര്യം ചരന്തി. അപ്പൊ അത് ഈ വർത്തമാന കാലത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എന്ത് ലിംഗ് ലോട്ട് അങ്ങനെയുള്ള പ്രത്യയങ്ങളൊന്നും, നീ ഞങ്ങൾ അത് ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന അത് ചെയ്യണം എന്ന ലിംഗ് പ്രത്യയമോ ഇല്ല, ലോട്ട് പ്രത്യയങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഉദ്ധായ ഭിക്ഷചര്യം ചരന്തി അങ്ങനെയുള്ള ആളിന് ഈ യജ്ഞോപവീതം ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വെറും ഒരു അർത്ഥവാദം മാത്രമാണ്. അർത്ഥവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ചില കാര്യത്തിൽ പറയത്തില്ലേ, നീ ഇപ്പോൾ കോടീശ്വരനാണെന്ന് പറയുന്നത് ചിലപ്പോൾ അല്ലായിരിക്കും, അത് വെറുതെ അർത്ഥവാദത്തിന് പറയാണ്. അല്ലാതെ ഈ ശരിക്ക് ഉദ്ദേശിച്ചുകൊണ്ടല്ല ശ്രുതി യജ്ഞോപവീതം അല്ലെങ്കിൽ പൂണൂല് ഒരു സന്യാസി ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ശരിക്ക് ഉദ്ദേശിച്ചുകൊണ്ടല്ല, വെറും അർത്ഥവാദമാണെന്ന് പൂർവപക്ഷി പറയുകയാണ്. യജ്ഞോപവീതോ വാധീയത യാജയത്യേ യജദേവ പരിവ്രാജ്യേ താവത് അധ്യയനം വിഹിതം വേദസന്യാസാത് ശൂദ്ര തസ്മാത് വേദം ന സന്യാസേത് ഇതി. അപ്പം അതിന് വേണ്ട രീതിയിലുള്ള ചില വാക്യങ്ങളൊക്കെ കാണിക്കുകയാണ്. എന്താണ്? പരിവ്രാജനം ഒക്കെ ചെയ്ത ആളിന് തന്നെ ഇതൊക്കെ ഈ വേദവാക്യങ്ങളൊക്കെ ബാധകമാണ് എന്ന് പറയാണ്. ഏതാണ്? സന്യസനാത് ശൂദ്ര തസ്മാത് വേദം ന സന്യാസേത്. വേദത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരാൾ ശൂദ്രനായി തീരും. അപ്പൊ അതുകൊണ്ട് വേദത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ സന്യാസിയും വേദങ്ങളൊക്കെ ചെയ്യണം എന്ന് പൂർവപക്ഷി ഒപ്പോസ് ചെയ്യാണ്. ചുമ്മാ സന്യാസിയും ചുമ്മാ നടന്നാൽ പോരില്ല. കാര്യം എന്താണ്? സന്യാസിയും വേദത്തെ അധ്യയനം ചെയ്യുകയും വേദത്തെ ഉച്ചരിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ എന്തായി പോവും? ശൂദ്രനായി പോവും. അപ്പോ ബ്രാഹ്മണന്റെയും ശൂദ്രന്റെയും വ്യത്യാസം പറയുന്നതാണ്. ബ്രാഹ്മണൻ വേദാധ്യയനം ചെയ്യുന്നു, വേദത്തെ ഡെയിലി റിസൈറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് അവന് ബ്രാഹ്മണ്യം വന്നു ചേരുന്നത്. അപ്പോൾ ദിവസവും വേദം വായിക്കാതിരിക്കുകയും വേദത്തിന്റെ അധ്യയനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവനും ശൂദ്രനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമില്ല. അപ്പോൾ അവൻ ശൂദ്രനായിത്തീരും. ബ്രാഹ്മണനാണെങ്കിൽ അവൻ ശൂദ്രനായിത്തീരും. അപ്പൊ അതുകൊണ്ട് സന്യാസിക്കും ആ ഒരു സ്റ്റാറ്റസ് വന്നു ചേരും. അതുകൊണ്ട് സന്യാസി എന്ത് ചെയ്യാൻ പാടില്ല? ഈ യജ്ഞോപവീതങ്ങളെ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പൂർവപക്ഷി ആരോപിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് സ്വാധ്യായേവോ സൃജ്യമാനോ വാചം. അപ്പോ വാക്കുകളെ ഉപേക്ഷിച്ചിരിക്കുന്നവനാണെങ്കിൽ സ്വാധ്യായനം നോക്കിയെങ്കിലും വായിക്കാമല്ലോ. ഉറക്കെ ചൊല്ലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കിയെങ്കിലും വായിക്കുക എന്നുള്ള ഒരു ഉക്തി ആപസ്തംഭന്റെ ആപസ്തംഭന്റെ ഒരു യുക്തി പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മോച്ഛം വേദനിന്ദാച കൗടസാക്ഷ്യം സുഹൃത്വത ഗർഹിതാനാദയോർ ജഗ്ദി സുരാപാന സമാന ഷഡ്. മാത്രമല്ല ചില കർമ്മങ്ങൾ മദ്യപാനത്തിന് തുല്യമാണ്. എന്തൊക്കെയാണ് ആ കർമ്മങ്ങൾ എന്ന് പറയണം? വേദത്യാഗം, വേദനിന്ദ, കൂടസാക്ഷ്യം അതായത് കള്ളസാക്ഷ്യം, സുഹൃത്ത് വധം ഫ്രണ്ടിനെ കൊല്ലുക, ഗർഹിതാനാദ്യോർ ജഗ്ദി, ഗർഹിതമായ അന്നാദികളെ, നിഷിദ്ധമായ അല്ലെങ്കിൽ
അശുദ്ധമായ ആഹാരങ്ങളെ ഭക്ഷിക്കുക. അപ്പോൾ ഈ ആറും എന്താണ്? സുരാപാന സമാനം, മദ്യപാനം പോലെ മദ്യപാനത്തിന് തുല്യമാണ്. അപ്പം മദ്യപാനം എന്നുള്ളത് ഈ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ വേദങ്ങളൊക്കെ അധ്യയനം ചെയ്യുന്നവർ മദ്യപിക്കാനായിട്ട് പാടില്ല. അപ്പോൾ മദ്യപാനത്തിന് തുല്യമായ 6 കാര്യങ്ങളാണ് എന്താണ്? ഈ പറഞ്ഞത് വേദത്യാഗം, വേദനിന്ദ, കൂടസാക്ഷ്യം, മിത്രപദം, ഗർഹിതമായ അന്നങ്ങളെ ഭക്ഷിക്കുക. ഇതൊക്കെ ചെയ്താൽ മദ്യപിച്ചതിന് തുല്യമായ എഫക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് ഇതൊക്കെ നിങ്ങളെ പതന കാരണമാക്കി തീർക്കും, നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു പാതയിൽ നിങ്ങളെ തടുക്കും. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? വേദത്യാഗം. അപ്പോൾ അതുകൊണ്ട് സന്യാസിയും വേദത്യാഗം ചെയ്യാൻ പാടില്ല എന്ന് പൂർവപക്ഷി ആരോപിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സന്യാസാശ്രമമൊക്കെ സ്വീകരിച്ചാലും എന്ത് ചെയ്യുക? പൂണൂലൊക്കെ ഇട്ട് വേദമൊക്കെ അധ്യയനം ചെയ്യുക, അതാണ് നല്ലത് എന്ന് പൂർവപക്ഷി ആർഗ്യുകയാണ്. ഇനി മാത്രമല്ല, ഉപാസനേ ഗുരുണാം വൃദ്ധാനാം അതിഥീനാം ഹോമ ജപ്യ കർമ്മണി ഭോജന ആചമന സ്വാധ്യായേജ യജ്ഞോപവീതിമിതി സ്യാത്. അതുമാത്രമല്ല, ഈ ഗുരുക്കന്മാരുടെയും വൃദ്ധന്മാരുടെയും അതിഥികളുടെയും ഇനി ഉപാസനയിലും ഹോമം ചെയ്യുമ്പോഴും ജപം ചെയ്യുമ്പോഴും യജ്ഞം ചെയ്യുമ്പോഴും സ്വാധ്യായം ചെയ്യുമ്പോഴും ആചമനം ചെയ്യുമ്പോഴും എല്ലാം എങ്ങനെയുള്ളവനായിരിക്കണം? യജ്ഞോപവീതത്തോടു കൂടിയവനായിരിക്കണം, പൂണൂല് ധരിച്ചവനായിരിക്കണം. ഇപ്പൊ പൂണൂല് ഉപേക്ഷിച്ചിട്ട് സന്യസിക്കുന്നത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പൂർവപക്ഷി പറയാണ്. സന്യാസി ആയിക്കോട്ടെ, പക്ഷെ അവൻ പൂണൂലിട്ട് തന്നെ സന്യസിക്കണമെന്ന് പൂർവപക്ഷി ആരോപിക്കുകയാണ്. യദ്യപേക്ഷ്യാഭ്യോ വിദ്ധാനം വിധീയതേവ തഥാപി പുത്രേഷണായാഭ്യസ്തി സൃഭ്യേവ വിദ്ധാനം നതു സർവസ്മാത് കർമ്മണഃ കർമ്മസാധനാച്ച വിദ്ധാനം. അതുകൊണ്ട് ഈ പൂർവപക്ഷി ആരോപിക്കുന്നു, വിദ്ധാനം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഏഷണകളിൽ നിന്ന് വിദ്ധാനം ചെയ്താൽ പോരെ. എന്താണ് ഏഷണകൾ? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഇങ്ങനെ ഈ 3 ഏഷണകളിൽ നിന്ന്, വിത്തേഷണയിൽ നിന്നും പുത്രേഷണയിൽ നിന്ന് ലോകേഷണയിൽ നിന്നും ഒരാൾക്ക് വിദ്ധാനം ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ അയാൾ കർമ്മത്തെയും കർമ്മസാധനങ്ങളെയും, ഇപ്പൊ കർമ്മസാധനങ്ങൾക്ക് ബലം കൊടുക്കാൻ വേണ്ടിയാണ് എന്തിട്ടിരിക്കുന്നത്? ഈ പൂണൂൽ യജ്ഞോപവീതം ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ യജ്ഞോപവീതത്തെ ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പൂർവപക്ഷി ആരോപിക്കുകയാണ്. വിദ്ധാനം വേണമെങ്കിൽ ചെയ്ത് മക്കളെയും ഭാര്യയെയും പണത്തെയൊക്കെ വേണമെങ്കിൽ ഉപേക്ഷിച്ചോട്ടെ, പക്ഷേ ഈ പൂണൂലും ഉപേക്ഷിച്ച് കർമ്മത്തെയും കർമ്മസാധനത്തെയും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് വേദനിന്ദയാവും, വേദത്യാഗമാവും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ആരോപിക്കുകയാണ്. സർവപരിത്യാഗേജ ശ്രുതം കൃതം സ്യാത് ശ്രുതം യജ്ഞോപവീതാദി അവിധം സ്യാത്. ഈയോ പറയണം, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിഹിതമായ കാര്യം ചെയ്യുകയും ഹിതമായത് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണോ ചെയ്യപ്പെടാൻ പാടില്ലാത്തത് അത് അവിഹിതം. അവിഹിതമായ കാര്യത്തെ നിങ്ങൾ ചെയ്യുകയും ഹിതമായ കാര്യത്തെ നിങ്ങൾ പരിത്യജിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് സർവത്ര കുഴപ്പത്തെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഹിതമായ കാര്യത്തെ പരിത്യജിച്ച് അഹിതമായ കാര്യത്തെ സ്വീകരിച്ചാൽ ആകപ്പാടെ നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടും. അപ്പം അതുകൊണ്ട് സന്യാസിയായിരിക്കുന്ന ആളും പൂണൂലിടണമെന്ന് പൂർവപക്ഷി ആർഗ്യുകയാണ്. തഥാച മഹാൻ അപരാധോ വിഹിതകാരണ പ്രതിഷേധാ ആചരണ നിമിത്ത കൃതസ്യാത്. അപ്പം അതുകൊണ്ട് മഹാഅപരാധമായിട്ട് വരും. നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അപരാധമായിട്ട് വരും. അപ്പം അതുകൊണ്ട്
തസ്മാത് യജ്ഞോപവീതാലിംഗ പരിത്യാഗോ അന്ധപരമ്പര. അപ്പോൾ യജ്ഞോപവീതവും ഈ കർമ്മസാധനങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്താൽ അന്ധപരമ്പരയായിട്ട് വരും. ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് സ്വീകരിക്കുകയും ചെയ്തതായിട്ട് തീരും. അപ്പോൾ ഇത് പൂർവപക്ഷമാണ്. അപ്പോൾ ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ശങ്കരമതമാണ്. അപ്പോൾ അതിന് സിദ്ധാന്തി മറുപടി പറയണം. അപ്പോൾ പണ്ടൊക്കെ ചില സന്യാസിമാരൊക്കെ പൂണൂരിട്ടും സന്യസിക്കും. പ്രത്യേകിച്ച് പല മഠങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ പല ആചാരങ്ങളിലും പല അനുഷ്ഠാനങ്ങളിലും പലരും പല രീതിയിലും സന്യാസം കൊടുക്കും. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവന് സന്യാസം കൊടുക്കുന്നത് ഗുരുവിൻ്റെ ചുമതലയാണല്ലോ. അപ്പോൾ പൂണൂരിട്ട ഒരു ഗുരുവാണെങ്കിൽ ഗുരുവിൻ്റെ ശിഷ്യനും എങ്ങനെ ഇരിക്കും? പൂണൂരിട്ടതായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള സംഭവം പാടില്ല എന്ന് ശങ്കരാചാര്യർ നിഷ്കർഷിക്കുകയാണ്. സന്യാസി എങ്ങനെ ഇരിക്കണം? സന്യാസിക്ക് അങ്ങനെ ലിംഗങ്ങൾ, പ്രത്യേകിച്ച് യാതൊരുവിധമായ ലിംഗങ്ങളോടുകൂടിയ ആളല്ല. സർവത്ര അലിംഗത്വാത്. അയാൾക്ക് പ്രത്യേകിച്ച് ലിംഗങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് അയാൾ ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കണം. ഇപ്പോൾ അദ്ദേഹം സിദ്ധാന്തി മറുപടി പറയുന്നു, യജ്ഞോപവീതം വേദാംശ സർവം തത് വർജയേത് യതിഹി. അപ്പോ ശ്രുതിയുണ്ട്, ഇങ്ങനെയാണ്: യജ്ഞോപവീതം വേദാംശ സർവം തത് വർജയേത് യതിഹി. യതിയായിരിക്കുന്ന ആള് യജ്ഞോപവീതവും വേദവും എല്ലാം എന്ത് ചെയ്യണം? ഉപേക്ഷിച്ചിരിക്കണം. അയാൾക്ക് അതുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താണ്? വേദങ്ങൾ ഈ ആത്മജ്ഞാനി അയാൾക്ക് ഏതുപോലെയാണ്? സർവത്ര ഒരു വലിയ ജലാശയം ഉള്ള ഒരാളിന് കൊച്ചു പൊട്ടക്കുളം എങ്ങനെയാണോ സഹായിക്കുന്നത്, അതുപോലെയാണ് ഈ ആത്മജ്ഞാനിയായ ആൾക്ക് വേദങ്ങൾ. കാരണം അയാൾക്ക് വേദങ്ങൾ കൊണ്ട് എന്തില്ല? പ്രയോജനമില്ല. വേദങ്ങളെല്ലാം എന്തിനാണ്? അഭ്യുദയത്തിന് വേണ്ടിയാണ്. അഭ്യുദയത്തിനും ശ്രേയസ്സിനും വേണ്ടിയാണ്. ആത്മജ്ഞാനിയായ പരമമായ നിശ്രേയസ്, പരമമായ ബ്രഹ്മത്തെ പ്രാപിക്കുകയും അല്ലെങ്കിൽ പ്രാപിക്കാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ഈ ലോകത്തോ പരലോകത്തോ യാതൊരുവിധമായ വേദങ്ങൾ കൊണ്ടുള്ള ബെനിഫിറ്റും അയാൾക്ക് ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല. അതിനെല്ലാം അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉപേക്ഷിച്ചിരിക്കുന്നു. വിരാഗം വന്നിരിക്കുന്നു. ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ഭോഗസാധനങ്ങളിലും വിരാഗം വന്നിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരാളിന് വേദങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? അതെ, അദ്ദേഹത്തിന് വേദങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വേദാംശങ്ങളും യജ്ഞോപവീതവും എല്ലാം ഒരു യതി എന്ത് ചെയ്തിരിക്കുന്നു? യതി ഉപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്ത് ഒരു കർമ്മഫലത്തിനും താല്പര്യമില്ല. ഈ ലോകത്തെ തന്നെ വർജിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കർത്തൃത്വ ഭോക്തൃത്വങ്ങളല്ല, ഞാൻ ചെയ്യുന്നുവെന്നോ അതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കുന്നുവെന്നോ ഉള്ള യാതൊരുവിധമായ ചോദനയും ഒരു ബ്രഹ്മജ്ഞാനിക്കില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ ഈ കർമ്മം ഞാൻ ചെയ്യുന്നു, വേദം ഞാൻ അനുഷ്ഠിക്കുന്നു, എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണം. ഞാൻ ഇന്ന വേദത്തെ ഇന്ന രീതിയിൽ അനുഷ്ഠിക്കുന്നു, അതിൻ്റെ ഫലം എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണം. അപ്പോൾ കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് വേദത്തെ എല്ലാം അധ്യയനം ചെയ്യുന്നത്. ബ്രഹ്മജ്ഞാനിയാണെങ്കിലോ യാതൊരുവിധമായ കർമ്മഫലത്തെയും ഇച്ഛിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് വേദ അധ്യയനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ശ്രുതേ അപിച ആത്മജ്ഞാനപരത്വാത് സർവസ്യോ ഉപനിഷദഃ ആത്മാ ദൃഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ ഇതി പ്രസ്തുതം. ഇനി മാത്രമല്ല, സർവ ഉപനിഷത്തും എന്താ പഠിപ്പിക്കുന്നത്? ആത്മാവാരി ദൃഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ആത്മാവിനെ കാണണം, ആത്മാവിനെ കേൾക്കണം, ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം, ആത്മാവിനെ നിധിധ്യാസനം ചെയ്യണം. മറ്റ് വസ്തുക്കളെ
നിങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അപ്പൊ ആത്മചിന്തനം വരുമ്പോൾ മറ്റു വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ആത്മാവാരേ ദൃഷ്ടവ്യ, ആത്മാവിനെ മാത്രമാണ് കാണേണ്ടത്. ബാഹ്യവസ്തുക്കളെ പരാഞ്ചിതാനി, പുറത്തേക്കുള്ള എല്ലാ വിഷയ വസ്തുക്കളെ എന്ത് ചെയ്തിരിക്കുന്നു? ത്യജിച്ചിട്ട് ആത്മവസ്തുവിന് ഈ പുറത്ത് കാണുന്ന ഒന്നുമായിട്ടും ഒരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് ആത്മാവാരേ ദൃഷ്ടവ്യ, ആത്മാവിനെ കാണണം, ആത്മാവിനെ കേൾക്കണം, ആത്മാവിനെ തന്നെ ചിന്തിക്കണം. അപ്പൊ ലോകകാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവിനെ ചിന്തിക്കാൻ പറ്റുമോ? രണ്ടും കൂടെ ഒരു സമയം പറ്റുമോ? ലോകകാര്യങ്ങളെ ചിന്തിച്ച് ഇതെനിക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇതിനെ കർമ്മഫലത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് ആത്മചിന്തനം പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ തന്നെ കാണണമെന്ന് ഉപനിഷത്തുകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. ആത്മാവിനെ തന്നെ കാണണം. ആത്മാവാരേ ദൃഷ്ടവ്യ ശ്രോതവ്യ സജാത്മൈവ സാക്ഷാത് അപരോക്ഷാത് സർവാന്തര അശനായാതി സംസാരധർമ്മവർജിത. മാത്രമല്ല എങ്ങനെ പറഞ്ഞിരിക്കുന്നു? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മമാണ്, അത് നിന്റെ ആത്മാവാണ്. പുറത്ത് തേടി കണ്ടുപിടിക്കേണ്ടതല്ല, നമ്മുടെ തന്നെ സ്വരൂപമായിരിക്കുന്ന സർവാന്തര, എൻ്റെ തന്നെ ആത്മാവാണ്, അപരോക്ഷമായിരിക്കുന്നതാണ്. ഞാനെന്ന ആ അറിവ് സർവ്വജീവജാലങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് ചെന്നാൽ ഒരേ സ്ഥലത്താണ് എത്തുന്നത്. എൻ്റെ ആത്മാവും നിന്റെ ആത്മാവും തമ്മിലുള്ള ഭേദമൊന്നും ഇല്ല. എല്ലാവരുടെയും ആത്മാവ് ഏകമാണ്, അത് സർവാന്തരമാണ്, അത് അപരോക്ഷമാണ്. അത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? സർവസംസാരധർമ്മ വിവർജിത, സർവസംസാരധർമ്മങ്ങളും അവിടെ ഇല്ല. അശനായാതി പിപാസ, നമ്മൾ കണ്ടു. വിശപ്പും ദാഹവും ശോകവും മോഹവും ജരയും മൃത്യുവൊന്നും ആത്മാവിലില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യവഹാരത്തിലിരിക്കുകയാണ്. എനിക്ക് ജരയുണ്ട്, എനിക്ക് മൃത്യുവുണ്ട്, എനിക്ക് ശോകമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, മോഹമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ്? സംസാരത്തിലാണ്, സംസാരികളാണ്. അപ്പോൾ ആത്മാവിന് ഈ സാധനങ്ങളൊന്നുമില്ല. അശനായാതി പിപാസകളോ ശോകമോഹങ്ങളോ ജരാമൃത്യുകളോ ഇല്ല. അപ്പോൾ എനിക്കിതൊന്നും ഇല്ല എന്നാണ് ചിന്ത ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ ആത്മാവിനെ ഈ ഷഡൂർമികളില്ലാതെ ഈ വിധമായ യാതൊരു ധർമ്മങ്ങളും ഇല്ലാത്ത വസ്തുവായിട്ടാണ് കാട്ടിത്തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ധർമ്മങ്ങളെല്ലാം ഉള്ളത് ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെയാണ്, മനസ്സിനും പ്രാണനും ഒക്കെയാണ്. അല്ലാതെ ആത്മാവിന് ഈ കാണുന്ന യാതൊന്നുമില്ല എന്ന് സംസാരധർമ്മ വിവർജിതമായിരിക്കുന്ന ആത്മാവിനൊന്നുമില്ല. അപ്പം ആത്മാവിനെ അന്വേഷിക്കുന്നവർക്ക് ഈ വസ്തുവകളുമായിട്ട് എന്തില്ല? ഒരു ബന്ധവുമില്ല. അതിലൊന്നും കയറി പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇത്യേവം വിജ്ഞേയ ഇതി താവത് പ്രസിദ്ധം സർവാഹീയം ഉപനിഷത് ഏവം പരേതി വിദ്യാന്തരശേഷത്വം താവന്നാസ്തി അതോ നാർദ്ധവാദ ആത്മജ്ഞാനസ്യ കർത്തവ്യത്വാത്. അപ്പൊ ഇത് ഈ പറയുന്ന അർദ്ധവാദമല്ല. ആത്മജ്ഞാനം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ആത്മാവിനെ നേടിയെടുക്കുക, ആത്മാവിനെ അറിയുക, ആത്മാവിനെ അന്വേഷിക്കുക, ആത്മാവിനെ തന്നെ കണ്ടെത്തുക. മറ്റ് പ്രയത്നങ്ങളുമായിട്ടിരുന്നാൽ എന്തു പറ്റും? നമ്മുടെ വഴി, നമ്മുടെ സമയം പോവും, ആയുസ് പോവും. നമ്മൾ ആത്മജ്ഞാനത്തിനായിട്ട് പരിശ്രമിക്കുക. അപ്പം അതിനിടയ്ക്ക് ഇതും കൂടെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? നിങ്ങൾ ചിലപ്പോൾ സമയം തികയാതെ പോകും. അപ്പം അതുകൊണ്ട് ഇതിനായിട്ട് തന്നെ നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുക. അതുകൊണ്ട് ഈ അർത്ഥവാദം പറഞ്ഞതല്ല. ആത്മാച അശനായാതിധർമ്മവാന്ന ഭവതീതി സാധനഫല വിലക്ഷണോ ജ്ഞാതവ്യ അതോ വ്യതിരേകേണ ആത്മനോ ജ്ഞാനം അവിദ്യ. അപ്പോ ഈ ആത്മാവ് സാധനാഫല വിലക്ഷണമാണ്. സാധന ചെയ്ത് ഫലം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇന്ന കർമ്മം ചെയ്തു, അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം കിട്ടണം. അപ്പം അങ്ങനെ
ആൾക്കാരൊക്കെ എന്താണ്, ഒരു സാധന ചെയ്യും, അതിൻ്റെ ഫലം കിട്ടണം. ഫലം കിട്ടിയില്ലെങ്കിൽ അവർ എല്ലാവരെയും അവർ പഴി പറയും. ഞാൻ സാധന ചെയ്തു, എനിക്ക് എന്ത് ചെയ്തില്ല, ഫലം ലഭിച്ചില്ല. അപ്പോൾ സാധന ചെയ്യുന്നത് ഫലം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ആത്മാവിന് ഈ സാധനാഫല കാര്യങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൽ മനസ്സ് വയ്ക്കുന്നവർക്കുള്ളതല്ല ആത്മജ്ഞാനം. അപ്പോൾ സാധനയും ഫലവും വിട്ടവർക്കുള്ളതാണ്. മാത്രമല്ല അന്യോസാവാനന്യോഹമസ്മീതി നസവേദ, ഞാൻ വേറെ നീ വേറെ എന്ന് ചിന്തിക്കുന്നവൻ സത്യം അറിയുന്നില്ല. അപ്പൊ ആത്മദൃഷ്ടിയിലാണെങ്കിൽ ഞാൻ വേറെ നീ വേറെ എന്നുണ്ടോ? ഞാൻ ഇങ്ങനെയാണ് നീ അങ്ങനെയാണ്. ആത്മദൃഷ്ടിയിൽ ഒരാത്മാവേ ഉള്ളൂ. ശരീരദൃഷ്ടിയിലാണ് ഭേദങ്ങൾ. ഒരു മാംസപിണ്ഡം വേറെ, മറ്റൊരു മാംസപിണ്ഡം വേറെ, അല്ലെങ്കിൽ ഒരു മനസ്സ് വേറെ, മറ്റൊരു മനസ്സ് വേറെ. സർവവും ആത്മാവാണ്, എൻ്റെ ആത്മാവാണ് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മറ്റൊരാളിൽ നിന്ന് എന്തില്ല, ഭേദമില്ല. ഭേദങ്ങൾ പുറമേ ഉള്ളൂ. ആന്തരികമായി സർവാന്തരമായിരിക്കുന്ന ആത്മാവിൽ യാതൊരുവിധമായ ലവലേശം പോലും, ഒരു അണുകിട പോലും ഭേദമില്ല. ആത്മാവ് ഏകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഭേദമുണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അന്യോസവാനന്യോഹമസ്മീതി നസവേദ, ഭേദചിന്ത ഉണ്ടെങ്കിൽ, അകത്തുണ്ടെങ്കിൽ അവൻ സത്യത്തെ അറിയുന്നില്ല. സത്യത്തിന്റെ അടുത്ത് പോലും അവൻ വന്നിട്ടില്ല. മൃത്യോസമൃത്യുമാപ്നോതി സൈഹ നാനേവ പശ്യതി, മൃത്യുവിൽ നിന്ന് മൃത്യുവിലോട്ട് പോകും. ഇവിടെ പലത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ഇപ്പൊ നമ്മൾ അവസാനം വരെ പലതാണ് കണ്ടുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്താണ്, മൃത്യോസമൃത്യുമാപ്നോതി, മരണത്തിൽ നിന്ന് അടുത്ത മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ജീവിത ഈ ചക്രാവർത്തി ദോഷം തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം എന്നുള്ള ചക്രത്തിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പം മൃത്യോസമൃത്യുമാപ്നോതി സൈഹ നാനേവ പശ്യതി, പലത് കാണുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ സത്യത്തെ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ആത്മാവിനെ തന്നെ, ആത്മദൃഷ്ടി അല്ലെങ്കിൽ ബ്രഹ്മദൃഷ്ടി തന്നെ എല്ലാത്തിലും പുലർത്തുക. കാരണം ഇതിന് ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ആത്മാവ് ഏകമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പം ആ ആത്മാവിന് ലവലേശം പോലും ജാതി മത രാജ്യ ഭേദമൊന്നും ഇല്ലാതെ എല്ലാ മനുഷ്യ മൃഗാദികളിലും ഒരേ ആത്മാവ് തന്നെ നിലനിൽക്കുന്നു. അപ്പം ആ ഭേദചിന്തയില്ലാതെ ആ ആത്മാവിനെ തന്നെ കണ്ടുപിടിക്കുവിൻ. ഏകദൈവാനുദുഷ്ടവ്യം, ഈ ഒന്നായിട്ട് തന്നെ ഇതിനെ കാണണം. സർവവും ഏകമായിട്ട് തന്നെ, ഈ ബ്രഹ്മത്തെ തന്നെ ഒന്നായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഒന്നായിട്ട് തന്നെ ഇതിനെ മനസ്സിലാക്കണം. ഒരേ ആത്മാവായിട്ട് തന്നെ ചിന്തിക്കണം. അപ്പോൾ ഞാൻ വേറെ അവൻ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാവും, രാഗദ്വേഷങ്ങളുണ്ടാവും, കാമമുണ്ടാവും, ക്രോധമുണ്ടാവും, മാത്സര്യം ഉണ്ടാവും. അപ്പോൾ ഒന്നായിട്ട് തന്നെ, ഒരേ ആത്മാവായിട്ട് തന്നെ ഈ സർവ്വതിനെയും കാണണം. ഭേദചിന്ത അല്പം പോലും പുലർത്തരുത് എന്ന് ഉപനിഷത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. ഏകമേവ അദ്വിതീയം, സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങളൊന്നുമില്ല. ഈ ആത്മാവിന് യാതൊരുവിധമായ തരത്തിലുള്ള മനുഷ്യൻ്റെ ആത്മാവ്, മൃഗത്തിൻ്റെ, ഇത് പശുവിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ഇത് അമേരിക്കക്കാരൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ഇത് ഇന്ത്യക്കാരൻ്റെ ആത്മാവ്, അങ്ങനെ ഒരു ഭേദവും ഇല്ല. ഭേദം ഒരു തരത്തിലുള്ള സജാതീയ സ്വഗത വിജാതീയ ഭേദങ്ങളൊന്നുമില്ലാതെ ഏകമേവം അദ്വിതീയം ബ്രഹ്മ എന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുകയാണ്. തത്വമസി, അത് നീയാണ്. ആത്മാവ്, നീ അന്വേഷിക്കുന്ന ബ്രഹ്മം നീ തന്നെയാണ്, അന്യമല്ല. അപ്പം അത് നമ്മളത് ഉറപ്പ് ഉണ്ടാക്കുക. ഇത്യാദി ശ്രുതിഭ്യ
ക്രിയാഫല സാധനം ച അശനായാദി സംസാര ധർമാതീത ആത്മനോ അന്യത് അവിദ്യാവിഷയം. അപ്പൊ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഉള്ളത് അവിദ്യാവിഷയം. നിങ്ങൾ ഇതിൽ നിന്ന് അശനായാദി വിഭാസകളൊന്നുമില്ലാതെ സർവധർമ്മ വിവർജിതമായിട്ട് ശോകമോഹാതിരഹിതമായിട്ടിരിക്കുന്ന ആത്മാവ് മാത്രമാണ് അറിയപ്പെടാനുള്ളത്. ഇതിൽ നിന്ന് അന്യമായിരിക്കുന്നത് അവിദ്യാവിഷയം. അപ്പോൾ ബാക്കി ഇതിൽ നിന്ന് അന്യമായിട്ട് നിങ്ങൾ വ്യവഹരിക്കുന്നതെല്ലാം എന്താണ്? അവിദ്യാവിഷയം. നിങ്ങളുടെ സമയം കൊല്ലാനും നിങ്ങൾക്ക് മനസ്സിനെ ശോകമോഹങ്ങളിലേക്ക് പെടുത്താനും അല്ലാതെ അതുകൊണ്ടൊന്നും എന്തില്ല, ഒരു പ്രയോജനവും നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അതെല്ലാം അവിദ്യാവിഷയം. എത്ര ഹി ദ്വൈതമിവ ഭവതി. ഇപ്പം എവിടെയാണോ രണ്ടുണ്ടെന്ന് തോന്നുന്നത് അവിടെ ഒന്ന് മറ്റൊന്നിനെ കാണും. അത് അല്പമാണ്. ദ്വൈതം എന്താണ്? അല്പമാണ്. അപ്പം നിങ്ങൾ എത്ര വലിയ പരിപാടി ചെയ്താലും, ലോകത്തെ ഏറ്റവും വലിയ പരിപാടികൾ, ഏറ്റവും വലിയ ബിസിനസ്, എലിയോൺ മസ്ക് ആയാലും മറ്റേ ഫേസ്ബുക്കിൻ്റെ ആളായാലും എത്ര വലിയ പരിപാടികൾ ചെയ്താലും തത് അല്പമസ്തി. ആ ചെയ്യുന്നതെല്ലാം എന്താണ്? അല്പമാണ്. കാരണം ഒന്ന് വേറെ ആയിട്ടുള്ള ചിന്താഗതിയാണ്. ഇത് വേറെ, ഞാൻ വേറെ. ന അല്പേ സുഖമസ്തി. അല്പത്തില് സുഖമില്ല. അപ്പൊ ഏകമായിരിക്കുന്ന ഈ അദ്വിതീയമായിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തിയാൽ മാത്രമേ സുഖം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും വലിയ ധനവാനായാലും ഏറ്റവും വലിയ ലോകം മുഴുവനും നിങ്ങളെ ആദരിച്ചാലും ഏറ്റവും വലിയ പുരസ്കാരങ്ങളൊക്കെ നൽകി ഈ ലോകം നിങ്ങളെ തലയിലെടുത്ത് വെച്ചാലും നിങ്ങളുടെ അവസ്ഥ എന്താണ്? അല്പമാണ്. ദുഃഖിച്ച് മാത്രമേ മരിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് സുഖത്തോടു കൂടി മരിക്കാൻ പോലും പറ്റത്തില്ല. ന അല്പേ സുഖമസ്തി. അപ്പം അതുകൊണ്ട് ഈ സത്യത്തെ അന്വേഷിക്കുക. അന്യോസവാനന്യോഹമസ്മീതി നസവേദ. ഞാൻ വേറെ അവൻ വേറെ എന്ന് വിചാരിക്കുന്നവൻ സത്യത്തെ അറിയുന്നില്ല. അഥയേ അന്യഥാതോ വിദുഹു. അപ്പോ ഈ ഇങ്ങനെ നൂറുകണക്കിന് വാക്യങ്ങൾ ഈ ഉപനിഷത്തുകൾ ഇത് ഏകമായ സത്യമാണെന്നും ആ സത്യം മാത്രമാണ് സത്യമായിട്ടുള്ളതെന്നും അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്നും ആ സത്യവസ്തു നിങ്ങളാണെന്നും അവിടെ കർമ്മങ്ങളുടെ യാതൊരു പ്രസക്തിയും ഇല്ലെന്നും വേദത്തിനോ കർമ്മത്തിനോ കർമ്മസാധനങ്ങൾക്കോ ദാഹത്തിനോ വിശപ്പിനോ ഒന്നും ആ സ്ഥലത്ത് യാതൊരു പ്രസക്തിയും ഇല്ല. നിങ്ങളിവിടെ എന്തൊക്കെ നേടി എന്നുള്ളത് അവിടെ ബ്രഹ്മത്തിൽ പ്രസക്തമല്ല. അവിടെ ഈ യാതൊരു വിധമായ ഭേദചിന്തകളും ഇല്ല. ഇതെല്ലാം അവിദ്യാവിഷയമായിരിക്കുന്ന സ്വപ്നതുല്യമായിരിക്കുന്ന അസറ്റ്സാണ്. ഈ ലോകത്തുള്ള വിഷയങ്ങളെല്ലാം സ്വപ്നതുല്യമാണ്. അപ്പം ഈ സ്വപ്നതുല്യമായ അസറ്റ്സിൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും അതിനൊന്നും എന്തില്ല, അതിനൊന്നും ഒന്നുമില്ല. ഒരു വിലയും ഇല്ല. ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത് ഇപ്പോൾ പൊളിഞ്ഞു പോയ ബാങ്കിലെ പാസ്ബുക്ക് എടുത്ത് വെച്ച് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ ബാങ്ക് പൊളിഞ്ഞ് ആ ബാങ്കിൻ്റെ അടിസ്ഥാനം പോയി. അപ്പോൾ അതിൻ്റെ പാസ്ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല, അത് പോയി. അപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു പൊളിഞ്ഞ ബാങ്കാണ്. അപ്പോൾ അതിലാണ് നിങ്ങൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അസറ്റ്സ് എല്ലാം ഈ പൊളിഞ്ഞു പോയിരിക്കുന്ന ബാങ്കിലാണ്. അപ്പോൾ അവിടുത്തെ യാതൊരു വിധമായ അക്കൗണ്ട് നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കുകയില്ല. അതുകൊണ്ട് ഈ ഏകമായിരിക്കുന്ന ഇത് അന്യമില്ലാത്ത സ്വരൂപമായിരിക്കുന്ന നിങ്ങളുടെ തന്നെ അപരോക്ഷമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ നിങ്ങൾ അറിയുവിൻ. നച വിദ്യ അവിദ്യ ഏകസ്യ പുരുഷസ്യ സഹ ഭവതു വിരോധാത്. മാത്രമല്ല വിദ്യയും അവിദ്യയും കൂടെ ഒരാളിൽ എങ്ങനെ ഇരിക്കും? ഒരാൾ പകുതി സമയത്ത് പകല് വിദ്യാവാനും രാത്രിയാകുമ്പോൾ അവിദ്യാവാനും ആവുമോ? പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഒരാൾ വിദ്വാനാണ്, അല്ലെങ്കിൽ ഒരാൾ അവിദ്വാനാണ്. ഞാൻ പകുതി സമയം വിദ്വാനും പകുതി സമയം അവിദ്വാനുമായിട്ടിരിക്കത്തില്ല. അപ്പോൾ ഒരാൾക്ക് തന്നെ
ഈ രണ്ട് പരിപാടികൾ ഒരുമിച്ച് ചേരുകയില്ല. ഒന്നുകിൽ അയാൾ ആത്മാന്വേഷകനായിട്ടിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ വിഷയാന്വേഷകനായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. വിഷയത്തെയും ആത്മാവിനെയും കൂടെ ഒരു സമയം അന്വേഷിക്കാൻ പറ്റത്തില്ല. വിഷയത്തെ അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾ ആത്മാന്വേഷകൻ അല്ലാതാവും. ആത്മാവിനെ അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾ വിഷയാന്വേഷകൻ അല്ലാതെയാവും. അപ്പോൾ ഒരേ ആളിന് തന്നെ ഈ രണ്ട് സാധനങ്ങളുടെ ഒരുമിച്ച് അന്വേഷിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്ന് ആന്തരികമായിട്ട് നിങ്ങൾ ആത്മാവിനെ അന്വേഷിക്കുന്നു, ഒന്ന് ബാഹ്യമായിട്ട് ഈ പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിച്ച് അതിനെ സമ്പാദിക്കാനായിട്ട്, ഈ ബാഹ്യ വസ്തുക്കളെ സമ്പാദിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നെട്ടോട്ടമോടുന്നു. അപ്പോൾ ഈ രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, ഒരേ സ്ഥലത്ത് ചേരുകയില്ല. തമപ്രകാശവിവ. അപ്പം നമ്മൾ ശങ്കരാചാര്യർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് തമപ്രകാശ. പകലും വെളിച്ചവും പോലെ എന്താണ്? ഓപ്പോസിറ്റായ കാര്യങ്ങളാണ്. തമപ്രകാശവത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ, ബ്രഹ്മസൂത്രം തുടങ്ങുമ്പോൾ തന്നെ കണ്ടു, തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോ. അപ്പോൾ ഇത് ഇരുട്ടും വെളിച്ചവും പോലെ ഈ വിദ്യയും അവിദ്യയും ആത്മാവും ജഡവും വിരുദ്ധങ്ങളാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. അപ്പോ തസ്മാത് ആത്മവിദോ വിദ്യാവിഷയോ അധികാരോ ന ദൃഷ്ടവ്യ ക്രിയാകാരക ഫലഭേദരൂപ. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിയാകാരക ഫലത്തോടുകൂടിയ ഈ ലൗകിക വിഷയങ്ങളിൽ ആത്മജ്ഞാനിക്ക് അധികാരമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ആത്മ അന്വേഷിക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് ഈ യാഗവും അഗ്നിഹോത്രമൊക്കെ ചെയ്തിട്ട് വരാം, കാര്യം എനിക്ക് കുറച്ച് ഫലങ്ങളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ രണ്ടിനും അധികാരിഭേദമാണ്. ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ഫലചിന്തയും വിട്ട ഒരാളാണ് ആത്മാന്വേഷകൻ. അപ്പം അതുകൊണ്ട് ആത്മാ അന്വേഷിക്കുന്ന ഒരാൾക്ക് ക്രിയാകാരക ഫല രൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ പ്രവൃത്തി ഈ പറഞ്ഞിട്ടില്ല. മൃത്യോസമൃത്യുമാപ്നോതി ഇത്യാദി നിന്ദിതത്വാത്. മാത്രമല്ല നിന്ദിക്കുകയാണ്. മൃത്യോസം, നീ ഇങ്ങനെ ഇരുന്നോ, ഇവിടെ ഇങ്ങനെ ഈ പ്രപഞ്ചം വെച്ച് കളിച്ചുകൊണ്ടിരുന്നു, എന്ത് പറ്റും? മൃത്യോസമൃത്യുമാപ്നോതി സൈഹദാനേവ പശ്യതി. ഈ പ്രപഞ്ചത്തിൽ കളിച്ചുകൊണ്ടാണ് ഇരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മൃത്യോസമൃത്യുമാപ്നോതി, നീ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ക്രിയാകാരക ഫലരൂപമായിരിക്കുന്ന പ്രപഞ്ചത്തിലുള്ള രമിക്കുന്ന അവസ്ഥയെ നീ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. ഇത്യാദി നിന്ദിതത്വ സർവക്രിയാ സാധന ഫലാനാം ച അവിദ്യാവിഷയാനാം. അപ്പൊ സർവക്രിയകളും ഈ ചെയ്യപ്പെടുന്ന ഈ ലോകത്ത് ചെയ്യുന്ന കർമ്മം ഭൗതികമായിട്ടും വൈദികമായിട്ടും ഒക്കെ. അപ്പം സാർ, ഞാൻ ഈശ്വരപരമായി ചെയ്യുന്ന കർമ്മങ്ങളോ, ഇന്ന പൂജകൾ, ഇന്ന യജ്ഞങ്ങൾ, അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ഉപാസനകൾ, ഇതെല്ലാം ഏതിനകത്ത് വരും? ചെയ്യണ്ടെന്നല്ല പറയുന്നു, ഇതെല്ലാം അവിദ്യാവിഷയത്തിനകത്ത് വരും. കാരണം ഇതെല്ലാം എന്തിന് ലക്ഷ്യമാക്കി ചെയ്യുന്നതാണ്? കർമ്മഫലത്തെ നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അവിദ്യാവിഷയമാണ്. ഇതെല്ലാം അവിദ്യാവിഷയമാണെന്ന് തള്ളി ആത്മാവിനെ മാത്രം അറിയാൻ ശ്രമിക്കുന്ന ആളിനാണ് ഈ ആത്മാന്വേഷണം പറഞ്ഞിരിക്കുന്നത്. ആത്മവിദ്യ ഹാതവ്യ അന്വേഷ്ടത്വാത് യജ്ഞോപവീതാദി സാധനാനം ച തത് വിഷയത്വാത്. അപ്പൊ യജ്ഞോപവീതം മുതലായ ഊണൂരിടുക എന്ന് പറയുന്നത് കർമ്മം ചെയ്യാനുള്ള ഒരു ലൈസൻസാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ആത്മാന്വേഷണത്തിന് വേണ്ടത്. ആത്മാന്വേഷണത്തിന് വൈരാഗാദി, ശമതമാദി, ഷഡ്ഗുണ സമ്പത്തി, മുമുക്ഷുത്വം തുടങ്ങിയ സാധന ചതുഷ്ടയമാണ് വേണ്ടത്. അതുകൊണ്ട് യജ്ഞോപവീതം ആത്മാന്വേഷകന് അല്ലെങ്കിൽ സന്യാസിയായിരിക്കുന്നവന് അതിൻ്റെ ആവശ്യം ഇല്ല. തസ്മാത് സാധനഫല സ്വഭാവ ആത്മനോ അന്യവിഷയ വിലക്ഷണേഷയ. അപ്പോൾ സാധനാഫലം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഈ വിഷയചിന്തകൾ ഈ ആത്മചിന്തയിൽ നിന്ന് തുലോം ഭിന്നമാണ്. അപ്പോൾ ഞാൻ കർത്താവാണ്,
ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ അതിന് ഇന്ന ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സാധനങ്ങളുടെ ഫലമായിട്ട് ഞാൻ ഈ ഫലത്തെ നേടിയെടുക്കുന്നു. അപ്പോൾ അത് അവിദ്യാവിഷയമാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് അത് വലിയ കാര്യമായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ഈ ആത്മാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അത് അവിദ്യാവിഷയത്തിൽപ്പെടുന്നതും അതുകൊണ്ട് ആത്മാന്വേഷണ ലെവത്തിൽ പ്രത്യേകിച്ചൊരു പ്രയോജനവും ഇല്ലാത്തതുമാകുന്നു. അപ്പോ സാധന ഫല ഏഷണേവ ഭവത. അപ്പൊ അതെല്ലാം ഏഷണയ്ക്കകത്ത് പെടും. നമ്മൾ ഏഷണ പറഞ്ഞു, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വൈദികമായാലും അല്ലാത്ത തരം കർമ്മങ്ങളായാലും ഒക്കെ ഈ 3 ഏഷണയ്ക്കകത്ത് പെടും. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ ശരിക്കുള്ള ഇൻറ്റൻഷൻ ചോദിച്ചു വരുമ്പോൾ ഈ എന്തിനകത്ത് വരും? ഈ 3 ഏഷണയ്ക്കകത്ത് വരും. വിത്തേഷണയിലോ പുത്രേഷണയിലോ ലോകേഷണയ്ക്കകത്തോ നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ, ഈ കാറ്റഗറി തിരിച്ച് നമുക്ക് നോക്കിയാൽ ഈ ഏഷണകളിൽ പെടും. ഇതിൽ ഏതെങ്കിലും ഒരു ഏഷണ സാധിക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഭ്യാസമൊന്നും ആത്മജ്ഞാനം നേടാനായിട്ട് വേണ്ട. ഈ ഏഷണകളൊക്കെ എന്ത് ചെയ്യുക? ഏഷണകളെയൊക്കെ തള്ളിക്കളയുക. ഉപേഹ്യേത ഏഷണേവ ഇതി ഹേതുവചനേന ന അവധാരണാത് യജ്ഞോപവീതാദി താപി സാധനാത് തത് സാധ്യേഭ്യശ്ച കർമ്മേഭ്യ വിദ്യാവിഷയത്വാത് ഏഷണാരൂപത്വാച്ച ജിഹാസിതവ്യരൂപത്വാച്ച വിദ്ധാനം വിദിത്സിതമേവ. അപ്പോ നമ്മൾ ഈ കർമ്മങ്ങളും കർമ്മവിഷയങ്ങളും ഒക്കെ ബന്ധകാരണമായതിനാൽ, ഇപ്പോൾ അയ്യോ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ ബന്ധുജനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജോലി, അപ്പം ഇങ്ങനെ എൻ്റെ ധനം, ഇങ്ങനെ ഈ ലൗകിക കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് വെച്ച് കൊണ്ടിരുന്നാൽ നമുക്ക് ആത്മചിന്ത സാധ്യമല്ലാത്തത് കൊണ്ട് ഈ വസ്തുവകളിൽ നിന്നുള്ള വ്യുത്ഥാനം അഭികാമ്യമാണ്. ഇതെല്ലാം അവിദ്യാവിഷയമാണ്. അവിദ്യാവിഷയമായതുകൊണ്ട് തന്നെ അതെല്ലാം ഏഷണാരൂപമാണ്. അതുകൊണ്ട് ഏഷണകളെയെല്ലാം എന്ത് ചെയ്യുക? തട്ടിക്കളയുക. അപ്പോ വീണ്ടും പൂർവപക്ഷി പറയണം, നനു ഉപനിഷത് ആത്മജ്ഞാനപരത്വാത് വിദ്വാനശ്രുതി തത് സ്തുത്യർത്ഥയാന വിധി. അപ്പോ നമ്മുടെ പൂർവപക്ഷി പറയുന്നത് ഇതൊക്കെ എന്താണ്? ഉപനിഷത്ത് എന്ന് പറയുന്നത് ആത്മജ്ഞാനപരമായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിദ്വാനശ്രുതി എന്ന് പറയുന്നത് ഒന്ന് സ്തുതിക്കുന്നു, കൊള്ളാം, ഇങ്ങനെ ഇരുന്നാൽ കൊള്ളാം എന്നൊരു നമ്മളൊരു ചിലതിനെ സ്തുതിക്കത്തില്ലേ? അപ്പൊ അത് അല്ലാതെ ഈ ശരിക്കും നിങ്ങൾ വിദ്വാനം ചെയ്യാനൊന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സ്തുതി, ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ശിവനെ സ്തുതിക്കുന്നു, നമ്മളിപ്പോൾ കൈലാസത്തിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്തുതിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ വിദ്വാനത്തെയും സ്തുതിപരമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ വിദ്വാനം ചെയ്യണമെന്നും ഈ ഉദ്ദേശിച്ച് ഉപനിഷത്ത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു? പൂർവപക്ഷി പറയുന്നു. അപ്പോൾ അതിന് മറുപടി പറയുന്നതിന വിദിത്സിത വിജ്ഞാനേന സമാന കർത്തൃകത്വ ശ്രവണാത്. അപ്പോ പറയുന്നു അതിന് നിങ്ങളോടുകൂടിയാണ് സമാന കർത്തൃകത്വ, നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നിങ്ങളിങ്ങനെ ചെയ്യണം. ആത്മജ്ഞാനം നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏഷണകളെയെല്ലാം ഉപേക്ഷിക്കുക. അപ്പോൾ ഈ വിദ്വാനശ്രുതി ഈ ആത്മജ്ഞാനത്തിന് ആഗ്രഹിക്കുന്ന ആളിന് വേണ്ടിയാണ്. സമാന കർത്തൃകത്വേന വേദേ കഥാചിതപി ശ്രവണം സംഭവതി. കർത്തവ്യാനാമേവ ഹി അഭിശ്രവണ ഹോമ ഭക്ഷണാനാം യഥാശ്രവണം
അവിശ്യുത്യ ഹുത്വാ ഭക്ഷയന്തീതി തദ്വാദാത്മജ്ഞാനേഷണാ വ്യുത്ഥാന ഭിക്ഷചര്യം കർത്തവ്യാനാമേവ സമാനകർത്തൃകത്വ ശ്രവണം ഭവതേത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വ്യുത്ഥാനവും ഭൈക്ഷചര്യവും വേദാന്ത ശ്രവണവും എല്ലാം ഒരേ ആൾക്കാണ്. ആർക്കാണ്? ആത്മാവിനെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളിന് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭിന്ന ഭിന്നമായ ആൾക്കാർക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്ക് നീ ഇങ്ങനെ ചെയ്യും, നീ അങ്ങനെ ചെയ്യും. അപ്പം ആത്മജ്ഞാനത്തെ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷനാണ് അവിദ്യാവിഷയത്വ ദോഷണാത്വാച്ച അർദ്ധപ്രാപ്ത ആത്മജ്ഞാന വിധേരേവ യജ്ഞോപവീതാതി പരിത്യാഗോന തു വിധാതവ്യ ഇതി ചേത്. അപ്പോ ആത്മജ്ഞാനിക്ക് ഇത് ഒരു ഡയറക്ഷനാണ്. എന്താണ്? ആത്മജ്ഞാനത്തിന് ശ്രമിക്കുന്ന സന്യാസി യജ്ഞോപവീതാദി കർമ്മ സാധനങ്ങളെയെല്ലാം ത്യജിച്ച് ഏഷണങ്ങളെ ഉപേക്ഷിക്കുക. ന സുതരാം ആത്മജ്ഞാന വിധിനൈവ വിഹിതസ്യ സമാനകർത്തൃകത്വ ശ്രവണേന ദാർശിതോ അഢ്യോപവത്തി തഥാ ഭിക്ഷാചരസ്യ ച യത് പുനരുക്തം വർത്തമാനാപദേശാർദ്ധവാദമാത്രം ഇതിന് ഔദുംബര യൂപാദിവിധി സമാനത്വാത് അദോഷഃ. അപ്പോ അർത്ഥവാദമാണെന്ന് പറയുകയാണെങ്കിൽ അല്ല, ഇത് അർത്ഥവാദമല്ല. ഈ യജ്ഞോപവീതാദികളെ ഉപേക്ഷിക്കുന്നതും കർമ്മത്തെയും കർമ്മസാധനങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നത് അർത്ഥവാദമല്ല. അത് ശരിക്ക് ഒരാത്മജ്ഞാനത്തെ ഇച്ഛിക്കുന്ന ഒരാൾ സർവ കർമ്മസാധനങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ആത്മാവിനെ മാത്രം മനസ്സിരുത്തണമെന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള അർത്ഥവാദവുമല്ല, ശരിക്കുള്ള ഉപദേശം തന്നെയാണെന്ന് പറയണം. അപ്പോ പൂർവക്ഷി വീണ്ടും പറയാണ്, വിദ്ധായ ഭിക്ഷചര്യം ചരന്തി ഇത്യനേന പരിവ്രാജ്യം വിധീയതേ പരിവ്രാജ്യാശ്രമേജ യജ്ഞോപവീതാദി സാധനാനി വിഹിതാനി ലിംഗം ച സ്മൃതിഭിശ്ച. അപ്പോ പൂർവക്ഷി പറയുന്നു, ഓക്കെ ശരി, സമ്മതിച്ചു. വിദ്ധായ ഭിക്ഷചര്യം ചരന്തി, ഇതിൽ നിന്ന് വിധാനം ചെയ്തിട്ട് സന്യാസാശ്രമം സ്വീകരിക്കണം എന്നുള്ള ഉപദേശത്തെ അംഗീകരിച്ചു. ശരി, ആയിക്കോട്ടെ. പക്ഷേ സന്യാസി ആയിരിക്കുമ്പോഴും പരിവ്രാജ്യ ആശ്രമേജ, പരിവ്രാജനം ചെയ്ത ആശ്രമത്തിൽ യജ്ഞോപവീതാദികൾ ധരിക്കാം. അവിടെ ആശ്രമത്തിൽ പോയി സന്യാസമൊക്കെ സ്വീകരിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു പൂണില്ല, വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. 10 ഗ്രാമോ 15 ഗ്രാമോ ഒക്കെ അല്ലേ വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഉടുപ്പിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ അത് കിടക്കുന്നതുകൊണ്ട് എന്താണ് ദോഷം? നിങ്ങളത് മുറിച്ചു കളയണമെന്ന് ഇത്രയും നിർബന്ധം പിടിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട്? അതവിടെ കിടന്നോട്ടെ. അത് അങ്ങനെ ഒരു ലിംഗം അവിടെ കിടന്നോളാൻ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ശ്രുതി സ്മൃതികൾ അനുവദിക്കുന്നു എന്നാണ് പൂർവക്ഷി പറയുന്നത്. അധസ്തദ് വർജയിത്വ അന്യസ്മാത് വിധാനം ഏഷണത്വേ അഭിജേത്. അപ്പൊ അതുകൊണ്ട് വിധാനം ചെയ്യാനായിട്ട് ഈ ഒരു നൂല് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് വീണ്ടും പൂർവക്ഷി പറയണം. ഒരു ദിവസം നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.